ഹേ ഗായ്സ്, അപ്പം ഞാനിന്ന് പോകുന്നത് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ നേരെ പോയത് കാലിക്കറ്റിലുള്ള ട്രൈബ് ലക്ഷറി സലോണിലോട്ടാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ഫേഷ്യൽ അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇതിൻ്റെ അപ്സ്റ്റെയർ ഭാഗത്തേക്കാട്ടോ ഞാൻ പോകുന്നത്. ഈ എൻറ്റയർ സലൂൺ കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു ലക്ഷറി ലുക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു വേർഡിങ്സ് ആണ്. യു ആർ ബ്യൂട്ടിഫുൾ. യെസ്, യു ആർ ബ്യൂട്ടിഫുൾ. എൻ്റെ ഫേസിൽ നല്ല ടാൻ ഉള്ളത് കൊണ്ട് തന്നെ ഡീ ടാൻ ഫേഷ്യലായിരുന്നു അവർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. പ്രോപ്പർ ആയിട്ടുള്ള മസാജും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഓക്കെ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച ശേഷം മാത്രമാണ് അവർ ഓരോന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും എല്ലാതും. അവരവിടെ പ്ലേ ചെയ്തൊരു സൂത്തിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ വെച്ചപ്പോഴത്തേക്ക് ഞാൻ വേറൊരു ലോകത്തുള്ള പോലെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അത് എൻ്റെ ഈ ഫേസിൽ കാണാനുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം എൻ്റെ അച്ഛൻ പിക്ക് ചെയ്യാൻ വന്നു. പിന്നെ ഞാനൊരു സ്പെഷ്യൽ വ്യക്തിയെ ഒരു കുറേ മാസങ്ങൾക്ക് ശേഷം കാണുക കേട്ടോ. എൻ്റെ സ്പെഷ്യൽ 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 പേഴ്സണാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് എൻ്റെ രുക്കുമോൾ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്ന് കേട്ടോ എപ്പോഴും പറയാറ്. യെസ്, അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞാൻ അവളെ കുറേ സ്നേഹത്തിലൊക്കെ പൊതിഞ്ഞ് കുറേ ഞെക്കി പിഴിഞ്ഞ്. പിന്നെ അവൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ഇതാട്ടോ ഐസ്ക്രീം എന്ന് പറയുന്നത്. പിന്നെ ഇവളുടെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി. ആളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളിതാ എത്തി. മുടിയൊക്കെ വെട്ടിയത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിഞ്ചെ വന്നു, തുമ്പി വന്നു, മാമ വന്നു. പിന്നെ ഞങ്ങളുടെ സുൻചെ, ആളുടെ എൻഗേജ്മെൻ്റ് ആട്ടോ. അപ്പോൾ ഗൈസ് ബൈ.